വേടൻ വേദിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തീ ഉണ്ടല്ലോ, ഒരു ഫയർ ഉണ്ടല്ലോ, അതൊരിക്കലും പോകരുതെന്ന് മാത്രം ആഗ്രഹിച്ചു. പക്ഷെ നമ്മുടെ ഇത്ര റൂട്ടഡ് ആയിട്ട് നമ്മുടെ മലയാളിയുടെ വേരുകളിൽ നിന്ന് അവന്റെ ഒരു പരിപാടിയുണ്ട്. അത് അവൻ ഒരു ആർട്ടിസ്റ്റ് ലോഞ്ച് ചെയ്ത് അവൻ അറിയിച്ചു. നിങ്ങൾ പറഞ്ഞ ആ കാര്യമില്ലേ, അതല്ല സിനിമ, അതല്ല മലയാള സിനിമയിൽ ഇന്ന് വരെ പറയപ്പെടാത്ത ഒരു കഥയാണ്. ആ ചെറുക്കനെ ജനിച്ച പോലെ അറിയുന്ന ഒരാൾ എഴുന്നിട്ട് പറയാണ്. വേറെ രീതിയിൽ പറഞ്ഞല്ല, അത് ഓരോ സമയത്ത് ഓരോ തരംഗമാണല്ലോ. വേടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേടനെ വളരെ നേരത്തെ തന്നെ വേടന്റെ ആദ്യത്തെ പാട്ട് തന്നെ ഞാൻ കേട്ടത്. ആദ്യം അയച്ച മെസ്സേജ് ഐ ലവ് യു എന്നാണ്. ജാസർ എന്ന് പറയുന്ന ഒരു പേര് കൂടി. ജാസർ എത്രത്തോളം അവൻ ഭയങ്കര സ്പോണ്ടേനിയസും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കോമാളി എന്നും അല്ലെങ്കിൽ ആ ഒരു കൊമേഡിയനെ ഭയങ്കര അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ അവനെ കളിയാക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ഇവർക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവസാനം റെസ്പെക്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അത് ഒരിക്കലും കളിയാക്കലാവരുത്. അവന്റെ പണി എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം കഴിച്ച് പനീർ ബട്ടർ മസാലയും പിന്നെന്തൊരു ചിക്കൻ, ഇതെന്റെ മെയിൻ ഫേവറേറ്റ്. അത്രേ ഉള്ളൂ. സിനിമയിൽ വരുന്നതാണല്ലേ അത് കിട്ടിയത്. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു ആർ വാച്ചിങ് സ്കൈലാക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്. ലോകത്തുള്ള മഹാവിപ്ലവങ്ങൾ, ധാർമ്മിക വിപ്ലവങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് ആരുടെയെങ്കിലും ഒക്കെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയ ഒരു സംശയത്തിന്റെയോ ചോദ്യത്തിന്റെയോ പിൻബലത്തിലാണ്, അല്ലെങ്കിൽ പ്രതിഫലനാണ് അതിന്റെ. സോ അതേ പേരിൽ സംശയം എന്ന പേരിൽ ഒരു സിനിമ വരികയാണ്. അതിന്റെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം ചേരുന്നു എനിഫോർ, പ്രിയംവദ ആൻഡ് ഷറഫുദ്ദീൻ. വെൽക്കം ടു സ്കൈലാക്ക് പിക്ചേഴ്സ്. താങ്ക് യു. ആദ്യം തന്നെ സംശയം എന്നുള്ള മൂവിയിൽ എന്നെ ആ ടീച്ചറാണ് ഇപ്പൊ നമുക്ക് കറന്റ് ഉള്ളതല്ലേ പിന്നെ ചേട്ടാ. അപ്പൊ അതിൽ പക്ഷെ ആ പോസ്റ്ററിൽ തന്നെ ആ പേരില്ല എന്നുണ്ടെങ്കിലും എന്താണ് ആ സിനിമ എന്ന് വ്യക്തമാകുന്നുണ്ട്. ആ ഒരു നോട്ടത്തിൽ തന്നെ ഒരു സംശയം അതിലുണ്ട്. ശരിക്കും ഇതിന്റെ ക്യാരക്ടർ എന്താണ്, കഥ എന്താണ് എന്ന് പറയും. നിങ്ങൾ പറഞ്ഞ ആ കാര്യമില്ലേ, അതല്ല സിനിമ, അതല്ല. പിന്നെ കഥാപാത്രത്തെ കുറിച്ചും സിനിമയെ കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രഡിക്റ്റബിലിറ്റി ഇല്ലേ, അതിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള ഒരു മലയാള സിനിമയിൽ ഇന്ന് വരെ പറയപ്പെടാത്ത ഒരു കഥയാണ്. അത് ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറിൻ്റെ രൂപത്തിൽ തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ചിരിക്കപ്പുറം എന്തെങ്കിലും ഒരു സന്ദേശം, ഒരു കോണ്ടന്റ് റിച്ച്നെസ് ഉണ്ടാവും. കോണ്ടന്റ് ഓറിയന്റഡ് ആണ് സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഏറ്റവും സ്ട്രെങ്ത്തും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു ലെവലിൽ ഇറങ്ങി പടം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോണ്ടന്റ് തന്നെയാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു പ്രീച്ചി സിനിമയല്ല. സിനിമ ഇപ്പോൾ നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് അത് മറ്റേ അത് ഏത് ആർട്ട് ഫോം ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ എൻഗേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക് സാധനമുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒരാളെ ഒരു തരത്തിലും മുഷിപ്പിക്കാതെ അയാളെ രസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കാണാത്ത രസകരമായിട്ടുള്ള ഒരു കഥ പറയുക. അത് ഈ ഒരുപാട് അട്ടഹാസങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സിനിമയിൽ കോമഡി ഉണ്ട്, പക്ഷേ സിനിമ തുടങ്ങുന്ന പോലെ അവസാനം വരെ നമുക്ക് ചിരിച്ച് കണ്ടിരിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാവുന്ന വളരെ റൂട്ടഡ് ആയിട്ടുള്ള പച്ചയായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ കഥയാണ്. സിനിമ ഒരു സോണിലേക്ക് എത്തുമ്പോൾ ആ സിനിമ നിങ്ങളെ കരയിക്കും. മനസ്സിലായോ? ആ സിനിമ കഴിഞ്ഞ് നിങ്ങൾ തിരികെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ സംശയം ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. ഒരു ഡെഫിനറ്റ്ലി സിനിമ ടേക്ക് അവേ ഒക്കെ തന്നിട്ട് ഈ നമ്മളിപ്പോൾ ഒരു വെക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് പീസ്ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള സിനിമയാണ് സംശയം. അടിപൊളി, സെറ്റ് ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയത്. സിനിമ എന്താ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പ്രിയമതയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ തൊട്ടപ്പിന് ശേഷം ഒരു കെട്ടിൽ ഒരു മുറിക്ക് ശേഷം ഇപ്പോൾ നരിവേട്ട് ഇറങ്ങാനിരിക്കുന്നു, സംശയം സംഭവിക്കുന്നു. ശരിക്കും സംശയത്തിലേക്ക് ഒരു ഹുക്ക് എന്തായിരുന്നു? ഹുക്ക് നിങ്ങളിപ്പോൾ മെൻഷൻ ചെയ്ത മൂവീസിലുള്ള എൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രം എന്നിലേക്ക് വന്നപ്പോൾ അതാണ് എൻ്റെ മേജർ ഹുക്ക്. ആൻഡ് ലൈക്ക് ഏതൊരു ആക്ടർ അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യണം എന്ന് ആഗ്രഹം തന്നെയാണ് എൻ്റെ മേജർ. ആൻഡ് ഓൾസോ ദ കാസ്റ്റ് ആൻഡ് ക്രൂ. ആൻഡ് ഈ സിനിമ പറയുന്ന ഒരു വിഷയം, പറയുന്ന രീതി, ഈ വിഷയത്തെ പറയുന്ന ഒരു രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ഞാൻ പേഴ്സണലി കണ്ട സിനിമകളിലൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ല എനിക്കിതിൽ ഭാഗമായ കൊള്ളായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഈ ഒരു കഥ പറഞ്ഞ രീതിയും കഥയും ഞാൻ സിനിമ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി തോന്നിയേനെ.
ഷർഫുക്ക, ഈ പറയേണ്ടതായിരുന്ന അല്ലെങ്കിൽ പറയപ്പെടേണ്ട ഒരു തീം തന്നെയാണെന്നാണ് ഇവരുടെ ടോക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. ഷർഫുക്കയുടെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എങ്ങനെ, എന്ത് തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്? ഇപ്പൊ ഞാനൊരു കുട്ടിയെ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് കാണുന്നത്, വളരെ സ്മൈലി ആയിട്ട് നിൽക്കുന്ന ഒരാൾ. എന്താണ് അതിനപ്പുറത്തേക്ക്? ഇല്ല, ഇത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്ത് ആ ഒരു ഐഡിയ കഥ ഉണ്ടായ ഐഡിയ അത് നമ്മൾക്ക് വേറെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്. ലൈക്ക് വിനയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ലിജോയുടെ ആണെങ്കിലും പ്രിയമ്പതയുടെ ആണെങ്കിലും എല്ലാവരുടെയും നല്ല മൊമെന്റ്സ് ഉണ്ട്. അപ്പം എനിക്കും അതിലേക്ക് ഒരു കഥാപാത്രം നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ബെറ്റർ പെർഫോമൻസ്. ഞാൻ റൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മോശം റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക നമ്മൾ ആരാണെന്നുള്ളത്. അത് രാഘവന്റെ മോനാണ് കേട്ടോ, അവൻ ഇങ്ങനത്തെ ഒരുത്തനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ആ ചെറുക്കനെ ജനിച്ച പോലെ അറിയുന്ന ഒരാൾ ഇരുന്നിട്ട് പറയാണ്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര പ്രീച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സോണിലേക്കൊക്കെ പോയിട്ട് അപ്പം നമ്മൾ എവിടെയോ ഭയങ്കര ടേൺ ഓഫ് ആവും. ഈ രാജേഷ് രവി, സാനു മജീദ് ഇവർ രണ്ടുപേരും കൂടെ എഴുതിയാണ്. ഇപ്പം ഇതിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷറഫിനെ കാണിക്കുന്നത്, ഷറഫിന് ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഷറഫിനെ ഒരു ബേസിക് ഒരു മിനിറ്റിൽ ഇയാളെ കാണിച്ചു കഴിയുമ്പോൾ ഷറഫ് എന്താണ്, ഷറഫിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ ഷറഫ് എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഏറ്റവും ചുരുങ്ങിയ സ്പേസിൽ. ഇപ്പം എൻ്റെ കഥാപാത്രം മനോജൻ എന്ന് പറയുന്ന ഇന്ത്യൻ കോഫി ഹൗസിലെ, വടകരയിലെ ഇന്ത്യൻ കോഫി ഹൗസിലെ ഒരു വെയിറ്ററാണ് ഇയാളെ എൻ്റെ രൂപം കാണിക്കുന്നതിന് മുമ്പേ ഫിലിം മേക്കർ സിനിമയുടെ ടൈറ്റിലിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ടൈറ്റിലില് ഞാൻ ഇതല്ല, സിനിമ എന്നെ കാണിക്കുന്നതിന് മുമ്പേ എൻ്റെ ഫുൾ പരിപാടി അതെങ്ങനെയാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ആ ഒരു തരത്തിലെ ഭയങ്കര സ്കില്ലുള്ള റൈറ്റേഴ്സാണ്. അപ്പം അത് നമുക്ക് ഈ നമ്മളെ ആക്ടേഴ്സിനെ ഏറ്റവും ഹൈ കിട്ടുന്ന ഒരു പരിപാടി എന്താണെന്ന് അറിയോ? വേറെ ഒന്നുമില്ല, ഈ ക്യാമറ ആംഗിളോ അല്ലെങ്കിൽ നമ്മളെ ഷൂട്ട് ചെയ്യപ്പെടുന്ന രീതിയോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര വെൽ റിട്ടേൺ ആയിട്ടുള്ളൊരു കഥാപാത്രം, അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു സ്ക്രീൻ പ്ലേയിൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്ത് പരിമിതികളുണ്ടെങ്കിലും നമ്മൾ അതിനൊക്കെ അതിജീവിക്കും. ഇതില്ലാണ്ട് വേറെ എന്ത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാര്യം നമുക്കൊരു ക്രിയേറ്റീവ് ഹൈ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് തന്നെയാണ് എനിക്ക് ഷർഫുക്ക ഈ ഇടയ്ക്ക് പറഞ്ഞൊരു ബൈറ്റ് ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്, സ്ക്രീൻസ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ബൈറ്റ് ഇങ്ങനെയാണ്, അതായത് ഞാൻ എൻ്റെ 2 സിനിമകൾ ഇപ്പോൾ OTT ഇറങ്ങിയത്. ഞാൻ ഒരു സിനിമ ഇനി ചെയ്യണം എന്നുണ്ടെങ്കിൽ പൈസ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ചെയ്യാനും തയ്യാറാണെന്ന് പറയുന്നത്. ശരിക്കും പണത്തിനൊക്കെ അപ്പുറം സിനിമ ഷർഫുഖാനെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് എന്താണ്? അതല്ലോ, അത് പഴയൊരു വീഡിയോ അല്ലേ, ആ വീഡിയോ ഓടുന്നുണ്ട്. അത് ഇതെല്ലാം കാലം മാറി ഓടുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ വരും. OTT പ്ലാറ്റ്ഫോമുകൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു മലയാള സിനിമയ്ക്ക് എന്നുള്ള തരംഗം നിൽക്കുന്ന സമയത്ത് എൻ്റെ മധുരമനോഹര മോഹം എന്ന് പറയുന്ന സിനിമയുടെ പൂജയുടെ അന്നാണ് എൻ്റെ അടുത്ത് ഈ ബൈറ്റ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് OTT സിനിമകൾ, OTT നിൽക്കുമോ, സിനിമയിൽ OTT മാത്രമായിട്ടുള്ള സിനിമകൾ അഭിനയിക്കുമോ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേറെ സിനിമകളൊന്നുമില്ല, എനിക്ക് OTT സിനിമയാണ് വരുന്നതെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബ് സിനിമയാണെങ്കിൽ വരുന്നതെങ്കിൽ അത് ചെയ്യും, അത് നമ്മൾ അഭിനയിക്കുക എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യും എന്നുള്ളതാണ് അത് ഉദ്ദേശിച്ചത്. അതല്ലാതെ അത് വേറെ രീതിയിൽ പറഞ്ഞല്ല, അത് ഓരോ സമയത്ത് ഓരോ തരംഗമാണല്ലോ. അപ്പം OTT മലയാള സിനിമയിൽ കിടക്കുന്നു, സിനിമയെ മൊത്തത്തിൽ വിഴുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് വന്ന സമയത്താണ് അത്. പക്ഷെ അങ്ങനെ പറഞ്ഞത് അത് ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. നമ്മള് ബേസിക്കലി ആക്ടേഴ്സ് നമ്മൾ ബേസിക്കലി ആക്ടേഴ്സ് ആണ്. നമുക്കിപ്പോ നമ്മൾ അഭിനയിക്കുമ്പോൾ പൈസ കിട്ടുന്നു, നമുക്ക് പോപ്പുലാരിറ്റി സിനിമയൊക്കെ ഉണ്ട്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ക്രിയേറ്റീവ് അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ 2 തരം സിനിമകളും ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മളൊരു ഇന്ത്യൻസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ വലിയ പ്ലാറ്റ്ഫോമുകളോ വലിയ തിയേറ്ററോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നത്. ആ സിനിമയിൽ നമുക്ക് ഒരു സാമ്പത്തിക ലാഭം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ 1 രൂപ വാങ്ങാണ്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ആക്ടേഴ്സാണ്, നമ്മുടെ തൊഴിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനെവിടെയൊക്കെ ആലോചിക്കും, ഞാൻ ഒരു ആക്ടർ അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത്. ഞാനൊരു ആക്ടർ അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ പ്രോബ്ലമാറ്റിക് ആവും ശരിക്കും. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സിനിമയും ആർട്ടും
തിയേറ്ററും ആക്ടിങ്ങും ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ തന്നെ വേ ഓഫ് എക്സ്പ്രഷൻ തന്നെ ആക്ടിങ് ആണ്. അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒരർത്ഥത്തിൽ ചെയ്യുന്നത് ഈ ആർട്ടിൽ കൂടെയാണ്. അപ്പോൾ നാളെ ഇപ്പോൾ യൂട്യൂബ് സിനിമ ചെയ്യേണ്ടതെന്ന് യൂട്യൂബ് മീഡിയം അല്ല വിഷയം. നമ്മൾക്ക് എന്നും ഈ പറയുന്ന നല്ല സിനിമ, നല്ലതല്ലാത്ത സിനിമ നല്ലതാണെന്ന് നമുക്ക് അങ്ങനെയല്ല നമ്മൾ സിനിമ ചെയ്യുന്നത്. നമുക്കൊരു പരിപാടി കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ സിനിമ ചെയ്യും. അതെവിടെ നമ്മൾ മറ്റേ റോട്ടിൽ നാടകം കളിച്ചിരുന്ന ആളുകളാണ്. അപ്പം അത്രയും പാലക്കാട് ഇനി അവൻ വരുമ്പോൾ ഇവിടുത്തെ മൈക്കുകൾ തികയാതെ വരുമെന്ന് പറയുന്നതിന് ഭയങ്കര കയ്യടിയായിരുന്നു വേടനെ പറ്റി പറഞ്ഞത്. ശരിക്കും വേടൻ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പേഴ്സണൽ ലൈഫിൽ, അല്ലെങ്കിൽ വേടൻ എത്രത്തോളം ഇഷ്ടമാണ്? വേടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേടനെ വളരെ നേരത്തെ തന്നെ വേടൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ ഞാൻ കേട്ടതാണ്. അത് അപ്പോഴേ എനിക്കൊന്ന് 2019 2020 മറ്റാണ് വേടൻ്റെ പാട്ടുകൾ, ആ പാട്ട് വോയിസ് ഓഫ് വോയിസ്ലെസ്. അപ്പോൾ അത് കേട്ട് അപ്പം തന്നെ ഞാൻ ആദ്യം വേടൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണ്ടുപിടിച്ച് ആദ്യം അയച്ച മെസ്സേജ് ഐ ലവ് യു എന്നാണ്. അപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് എനിക്ക് വേടൻ തിരിച്ച് പിന്നീട് എപ്പോഴോ കണ്ടു കഴിഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ഈ അടുത്ത് ഇത് ഞാൻ മറന്നുപോയി. ഞാനിങ്ങനെ ഈ വേടൻ്റെ പാട്ടാന്ന് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ മറന്നുപോയായിരുന്നു. ഞാൻ ഈ അടുത്ത് വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേടൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയക്കാൻ എടുക്കുമ്പോഴാണ് ഞാൻ അന്ന് 2020 ഈ പാട്ട് കേട്ടിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ചിലപ്പോൾ എനിക്കതിനാണ് പാട്ട് ഭയങ്കരമായിട്ട് കേട്ട് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ അപ്പം അയച്ചു കൊടുത്ത മെസ്സേജാണ്. അപ്പം അതിനെ പുള്ളി റെസ്പോണ്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വേടനെ ആ കാലം മുതലേ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. വേടൻ്റെ പാട്ടുകളോട് എന്താ പറയുക, വേടൻ എന്ന് പറയുന്ന കവിയോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ വന്ന സാഹചര്യങ്ങളിൽ വേടൻ വേദിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തീ ഉണ്ടല്ലോ, ഒരു ഫയർ ഉണ്ടല്ലോ, അതൊരിക്കലും പോകരുതെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അല്ലാതെ ഈ പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ എങ്ങനെ പോയിക്കോട്ടെ. അയാൾ ഇനിയൊരു വേദിയിലേക്ക് അയാൾ വരുമ്പോൾ അയാളെ നമ്മളെ എങ്ങനെയാണോ കണ്ടത് ആ കോൺഫിഡൻസിൽ അയാൾ താഴെ പോരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അതുപോലെ തന്നെ പുള്ളി തിരിച്ചു വന്ന നല്ല സ്റ്റേജിൽ നല്ലതായിട്ട് കലക്കൻ ട്രാക്ക് ഈ ആദ്യത്തെ പാട്ട് തന്നെ തീയായിരുന്നു. വോയിസ് ഓഫ് വോയിസ്ലെസ് കലക്കൻ ട്രാക്ക്. അത് നമ്മുടെ ഇതിനാണ് CAയുടെ മറ്റോ ഇതിന് നമ്മുടെ ഫോട്ടോച്ചിലാന്ന് തോന്നുന്നു. ഒരു വേറെ ആളുകൾ പാടുന്ന കൂട്ടത്തിൽ വന്നിട്ട് പാടി. പിന്നെ അതിനുശേഷം ആൽബം ഇറക്കി. നമ്മളെല്ലാ സ്റ്റോറിയൊക്കെ ഇട്ട് അത് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്താണ്. കാര്യം അത്ര ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന പോലെ ഒരു ആർട്ടിസ്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ എൻ്റെ വരവറിയിക്കാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ട്രാക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നല്ല വേറൊരു റാപ്പർ വന്നിട്ട് ഇപ്പൊ ഹനുമാൻ കൈൻഡൊക്കെ വേറൊരു ഇന്റർനാഷണൽ പരിപാടിയൊക്കെ പിടിച്ചു. പക്ഷെ നമ്മുടെ ഇത്ര റൂട്ടഡ് ആയിട്ട് നമ്മുടെ മലയാളിയുടെ വേരുകളിൽ നിന്ന് അവൻ്റെ ഒരു പരിപാടി ഉണ്ട്. അത് അവൻ ഒരു ആർട്ടിസ്റ്റ് ലോഞ്ച് ചെയ്ത് അവൻ അറിയിച്ചു. പ്രിയമത് ഇപ്പോൾ തൊട്ടപ്പലിനെ കേസ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പ്രിപ്പറേഷൻസ് ആവശ്യമായിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ. വള്ളം തൊഴിഞ്ഞു പോകുന്ന കാര്യമൊക്കെ ഡയറക്ടർ പറയുന്നുണ്ട്. ശരിക്കും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഇന്റർവ്യൂവിലും അത് സമാനമായ ഒരു സംഭവമാണ് പറഞ്ഞത്. ശരിക്കും ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ഫീൽഡാണല്ലോ. അതായത് ഒരുപാട് ഇൻസ്റ്റാ റീൽസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിന്നും നായികമാരായി വരുന്നൊരു കാലഘട്ടത്തിൽ ഈ ഒരു കോമ്പറ്റീഷൻ എപ്പോഴെങ്കിലും മനസ്സിൽ കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക പ്രിപ്പറേഷൻ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ ആസ് ആൻ ആക്ടർ? കോമ്പറ്റീഷൻ കാരണം പ്രത്യേകിച്ച് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ കുറവുകൾ കറക്റ്റായിട്ട് എന്താ അറിയുക എന്ന് ഉള്ളൊരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത്, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് കോൺസ്റ്റൻ്റ്ലി ആലോചിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ബട്ട് അല്ലാണ്ട് കോമ്പറ്റീഷൻ കാരണം ഹെൽത്തി കോമ്പറ്റീഷൻ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഞാനും ആസ് എൻ ആക്ടർ വളരില്ലല്ലോ. സൈജു ഗ്രൂപ്പിനോട് ഒരിക്കൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സിനിമയെ പറ്റിയും ഒരു നടൻ അപ്ഡേറ്റ് ആയിരിക്കുന്നതിന്റെ കാരണങ്ങളെ പറ്റിയും പറഞ്ഞപ്പോൾ എന്നെ നെറ്റിക്കൊരു ആൻസർ ആയിരുന്നു ശരിക്കും. ഞാൻ ചോദിച്ചു എന്ത് തരം പുസ്തകങ്ങൾ സിനിമയെ ബേസ് ചെയ്ത് എന്തെങ്കിലും വായിക്കാനുണ്ടോ, എന്ത് തരം സിനിമകളാണ് നിങ്ങൾ കാണുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് എന്നേക്കാൾ കൂടുതൽ വിനയ് ഫോർട്ട് എനിക്ക് സമ്മാനിച്ചൊരു പുസ്തകം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും വിനേശനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം, അതേ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുതരം വായനകളാണ് സിനിമയെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വായിക്കാൻ ചേട്ടൻ സജസ്റ്റ് ചെയ്യും? ഒന്ന്, എൻ്റെ ഏറ്റവും വലിയ പരിമിതി ഞാൻ കാണുന്നത് ഇപ്പോൾ പ്രിയ അത്യാവശ്യം നന്നായി വായിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ അധികം വായനയില്ല. എനിക്ക് എൻ്റെ കാഴ്ചയേ ഉള്ളൂ. ഞാൻ സൈജുവിന് കൊടുത്തത്
മറ്റേ ആക്ടർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ ആണ്. അതായത് ഈ പറയുന്ന ഈ ആൽപച്ചിനോ, ഡിനീറോ, മറ്റേ ഡെൻസൽ വാഷിങ്ടൺ, അങ്ങനെ ലോകത്തെ മഹാനടന്മാരെ ഒരു വേറൊരു ആക്ടിങ് ട്രെയിനർ ഇരുന്നിട്ട് ഒരു ആക്ടർ പെർസ്പെക്റ്റീവിൽ ഇരുന്നിട്ട് ഇവരുടെ സിനിമകൾ കാണിച്ചുകൊണ്ട് ആ സിനിമയുടെ കുറിച്ചിട്ടും ആ സിനിമയുടെ പ്രിപ്പറേഷൻസിനെ കുറിച്ചിട്ടും, അതായത് ഫുൾ കോൺവെർസേഷൻ ആക്ടിങ്ങിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ആ ഒരു DVD ആണ് ഞാൻ സൈജു ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ജെനുവിനായിട്ടും ഏറ്റവും ട്രൂത്ത്ഫുള്ളായിട്ടും ഒക്കെ തോന്നിയ ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണ്. അന്ന് ഞാൻ കൊടുത്തതാണ് DVD. നമ്മൾ ഈ പറയുന്ന പോലെ ഈ നമ്മൾ സിനിമകളിൽ നിന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ പഠനമാണ് മറ്റേ ഗ്രേറ്റ് ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസിൽ അവർ പറയുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവും. അത് നമ്മളെ ബീങ് ആൻ ആക്ടറും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. അല്ലെങ്കിൽ പല ആളുകളുടെ ഇർഫാൻ ഖാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഗ്രേറ്റ് ആക്ടേഴ്സിൻ്റെ അവരുടെ സ്ട്രഗിളും ഈ ആക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല, ഞാൻ ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ലൈഫിൽ, ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. നമ്മളെ ഏറ്റവും പൊക്കത്തിൽ കൊണ്ടുപോകുന്നതും താഴ്ത്തുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഇമോഷണൽ ബാലൻസ് നമുക്ക് എവിടെ വേണം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര, അതുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷണലി ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മനുഷ്യരാണ് ഞങ്ങൾ. അപ്പോൾ കാര്യം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇമോഷൻ വെച്ചിട്ടല്ലേ. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതൊരു സെൽഫ് ടോർച്ചർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇവൻ്റെ കഥാപാത്രം ഹൃദയം പൊട്ടി കരയുന്ന പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ഹൃദയം പൊട്ടി കരയേണ്ടത്. അപ്പോൾ ഇതൊരു സെൽഫ് ടോർച്ചറാണ്. അപ്പോൾ ഈ ഇത്തരം ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ജേണിയിൽ നമ്മളിത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഈ വലിയ ആക്ടേഴ്സിൻ്റെ സിനിമകൾ കാണുന്നതും അവരുടെ ഇൻ്റർവ്യൂസ് കാണുന്നതും അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഒരു DVD ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായി സൈജുമായിട്ട്. ഓക്കെ. ഒരുപോലെ വിനയ് ഫോർട്ട് എന്ന് കേൾക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ട്രോളുകൾ വരാറുണ്ട്. ഈ ട്രോളുകളിലൊക്കെ ഇടയിൽ ചിലപ്പോൾ നോക്കുമ്പോൾ താഴെ ഒരു കമന്റ് കാണാം, വിനയ് ഫോർട്ട് ഒരു തീ. ഈ ഒരു സംഭവങ്ങൾ എപ്പോഴും സ്വീകരിക്കണം. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അതെ, അവിടെയാണ് ജാസർ എന്ന് പറയുന്ന ഒരു പേര് കൂടി വരുന്നത്. ജാസർ എത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്? ജാസർ പൊളിയാണ് ശരിക്കും. കാര്യം ഇത് ഇങ്ങനെ സംശയം അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് വേണമല്ലോ. അപ്പം ഞാനും എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനീഷ് ഉണ്ട്, നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പരിപാടി ഇങ്ങനെ ആലോചിച്ച്, രാജേഷ് ഉണ്ട് ഡയറക്ടർ. അപ്പം ജാസറിൻ്റെ ടോപ്പിക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു മറ്റേതാണ്, അതായത് മറ്റേ തിലകൻ ചേട്ടനും മറ്റേ കരമന ജനാർദ്ദനും ആ സാധനം ഉണ്ടല്ലോ സൈക്കിളിൽ പോകുന്നത്. കാര്യം ജാസർ എൻ്റെ ശബ്ദം അംഗീകരിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സാധനം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളത്. പിന്നെ അവൻ ഭയങ്കര സ്പോണ്ടേനിയസും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഈ ആശയം പറഞ്ഞു, അതിനുശേഷം ഞാൻ അവനോട് ചോദിച്ചു ഈ ആശയം തന്നെ ചെയ്യണമെന്നില്ല, കാര്യം ഇവർക്കൊരു ഓർഗാനിക് വേ ഓഫ് അപ്രോച്ചിങ് കോണ്ടന്റ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ പോയിട്ട് നമ്മളെ പരിപാടി, അപ്പൊ അവൻ പറഞ്ഞില്ല ഏട്ടാ ഇത് തന്നെ ചെയ്യാം പറഞ്ഞിട്ട് ഞങ്ങൾ വന്നു, ഞങ്ങളൊരു 10-15 മിനിറ്റ് തീർത്തു വന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ എപ്പോഴും അഭിനയത്തെ വളരെ നിരൂപിച്ച് തന്നെ കാണുന്ന ഒരുപാട് ഓഡിയൻസ് നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ കൂടുതലും എപ്പോഴും നമ്മൾ പല നിരൂപകരും പറഞ്ഞിട്ടുള്ള വിഷയം തന്നെയാണ്, നമ്മൾ സീരിയസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി അഭിനയിച്ചു എന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ജനറലി ചോദിക്കാം, നമ്മൾ കോമഡി വേഷങ്ങൾ ചെയ്താൽ അതൊരു കോമഡിയാണ്, അതിനപ്പുറത്തേക്ക് ആക്ടിങ് എന്നൊരു കപ്പാസിറ്റിയിലേക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ആളുകൾ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ അഞ്ചാം പാതിരയ്ക്ക് കിട്ടിയ ഒരു റെക്കഗ്നിഷൻ ചിലപ്പോൾ ഒരു കോമഡി കഥാപാത്രം ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. പക്ഷെ രണ്ടിലും എഫർട്ടുകൾ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കാം, ചിലപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ എല്ലാം കൊടുത്തിട്ടുണ്ടാവാം. ഇതെന്താണെന്നാണ് ശരിക്കും മനസ്സിലാക്കുന്നത്? പൊതുവെ ചോദിക്കുകയാണ് ആസ് ആൻ ആക്ടേഴ്സ്. അല്ല, അതിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനോട് ഭയങ്കര കട്ട വിയോജിപ്പുണ്ട് ശരിക്കും. അതായത് കൊമേഡിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അമ്പിളിച്ചേട്ടൻ എന്നൊക്കെ പറയുന്ന പോലത്തെ അല്ലെങ്കിൽ ആ റേഞ്ച് ടാലൻ്റ് ഉണ്ടല്ലോ, ആ ഒരു ലെവലിൽ അവർക്ക് കൊമേഡി ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. നമ്മളീ പറയുന്ന, ഞാൻ ഇതല്ല കേട്ടോ, ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ പരിപാടി. ഇപ്പോൾ നമ്മൾ ഭയങ്കര തന്നെ ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു സൂപ്പർ സ്റ്റാർഡത്തിൻ്റെയും ഗ്രേറ്റ് ആക്ടിങ്ങിൻ്റെയും ബ്ലെൻഡാണ്. അതല്ലാണ്ട് നമ്മളീ പറയുന്ന ഈ കൂടുതലും സ്ലോ മോഷനും അല്ലെങ്കിൽ ഭയങ്കര ചാമും ഭയങ്കര ഓറയൊക്കെയുള്ള ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് വലിയ താരങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ അവർ ഈ സോണിലേക്ക് വന്നിട്ടൊരു കോമഡി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? അത് ഞാൻ പല ചുറ്റും
ഓൺലൈനിലൊക്കെ ആളുകൾ പറയണുണ്ട് കോമാളി എന്നും, അല്ലെങ്കിൽ ആ ഒരു കൊമേഡിയനെ ഭയങ്കര അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അവനെ കളിയാക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ഇവർക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റില്ല അവസാനം. ഞാൻ 15 വർഷമായിട്ട് 10-16 വർഷം അഭിനയിക്കാൻ, ഞാൻ 10-70 സിനിമ ചെയ്തു. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? കോമഡി ചെയ്യാനാണ്. ബാക്കിയുള്ള ഇമോഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഗംഭീര ടെക്നീഷ്യൻ, ഒരു ഫിലിം മേക്കർ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഡീസൻ്റ് ആക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എങ്ങനെ വേണമെങ്കിലും അയാളെ മോൾഡ് ചെയ്യാം, വേറെ ഏത് ഇമോഷനും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു ആക്ടറിനെ കൊണ്ടിട്ട് ഒരു ഫുൾ ലെങ്ത് കോമഡി റോൾ ചെയ്യിച്ച് എങ്ങനെ സക്സസ്ഫുൾ ആക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റേതിനൊക്കെ ഈ പറയുന്ന ക്യാമറ ആംഗിൾസോ അല്ലെങ്കിൽ മറ്റേ സട്ടിൽ ആക്ടിങ്ങോ വല്ല വെറുതെ ഡയലോഗ് പറയലും സ്കോറും വേറെ ഓപ്പോസിറ്റ് വേറെ ആക്ടേഴ്സിനെ വെച്ചിട്ട് സീൻ ലിഫ്റ്റ് ചെയ്യുക, അത് മുഴുവൻ നടക്കും. പക്ഷേ നമ്മളുടെ ശരീരവും മനസ്സും ശബ്ദവും ബുദ്ധിയൊക്കെ വെച്ചിട്ട് ഒരു കോമഡി മൊമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഭയങ്കര ടഫാണ്. ഇപ്പൊ ലോകത്ത് ചെറിയ കുട്ടി തൊട്ട് എത്ര പ്രായമുള്ള ഒരാൾക്കും എല്ലാവർക്കും ചാർലി ചാപ്ലിൻ എന്തായാലും അറിയാം. എൻറ്റയർ വേൾഡിന് ആളുടെ മീഡിയം കോമഡിയാണ്, സ്ലാപ്സ്റ്റിക് കോമഡി. ഒരു ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് അല്ലേ. നമ്മളിപ്പോ ബ്രാൻഡോ മാർലൻ ബ്രാൻഡോ എന്ന് പറയുന്ന പോലെ തന്നെ ചാർലി ചാപ്ലിൻ. അങ്ങനെ ഇപ്പൊ ഡാനിയൽ ഡേ ലൂയിസ് എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സിൽ പെട്ടാണ്. പക്ഷെ എവിടെയോ ഈ കൊമേഡിയൻ എന്ന് പറയുന്ന ആള്, കൊമേഡിയൻ എന്നുള്ള ടാഗിലാണ് ചാർലി ചാപ്ലിൻ എന്നുള്ള പേരൊക്കെ വെച്ചിട്ട് നമ്മൾ വെച്ചത്. അങ്ങനെ വേറെ ലെവൽ അല്ല ഞാൻ പറയുന്നത്. കൊമേഡിയൻ എന്ന് പറയുന്ന ആ വാക്കിന് റെസ്പെക്ട്ഫുൾ ആണത്. നമ്മൾ അവനെ കോമാളിയാ അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കേണ്ട ഒരു പരിപാടിയല്ല കോമഡി. എന്തുകൊണ്ട് മറ്റേ ജഗദീഷ് ശ്രീകുമാറിന്റെ റീപ്ലേസ്മെന്റ് ഇല്ല? എന്തുകൊണ്ടില്ല? അത് ആ ഏരിയ ഫുൾ കാലിയാണ്. നമ്മൾ അങ്ങനെ ഇപ്പം ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് മറ്റേ ഇന്നസെന്റ് ചേട്ടനും അമ്പിളിച്ചേട്ടനും മറ്റേ മാമുക്കോയും അല്ലെങ്കിൽ അയക്ക അങ്ങനത്തെ ആളുകളുടെ ഒരു അഭാവം ഉണ്ടല്ലോ. അതാണ് നമ്മൾ ഇപ്പോഴും റീവാച്ച് ചെയ്യുന്ന സിനിമകൾ ഏതെങ്കിലും നിങ്ങൾ ഒരു 10 തവണ കണ്ട കഴിഞ്ഞ 10 വർഷത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ പേര് പറഞ്ഞ്. അപ്പോൾ ലൈക്ക് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അത് ഒരിക്കലും കളിയാക്കലാവരുത്. അല്ല എനിക്ക് സോഷ്യൽ മീഡിയയിലെ ആളുകൾ ഈ കൊമേഡിയൻസ് എന്ന് പറഞ്ഞിട്ട് അതായത് ക്ലൗൺ എന്നുള്ള ടേമിൽ വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് ശരിയാണ്. അങ്ങനെ കോമഡി നല്ല കളർന്ന് മനസ്സിലായില്ലേ? പാടില്ല. ഞാൻ നിങ്ങൾ ഷറഫ് പറയാത്ത ഉത്തരത്തിന്റെ സകല ഡാമേജ് ഞാൻ മാറ്റിയില്ലേ? അല്ല ഷറഫുക വന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആക്ച്വലി ജനറലി ചോദിക്കാന്ന് ചോദിച്ചു. പക്ഷെ ഷറഫിനാണ് എയിം ചെയ്തത്. അത് ഒരു ചോദ്യം അല്ല, അത് ഭയങ്കര സിമ്പിളാണ്. ഈ ഇങ്ങനെ പറയരുത് ഒരിക്കലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി ചെയ്തിട്ട് നടന്നിട്ട് നമ്മൾ നല്ല നടനാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി സീരിയസ് ചെയ്തു എന്ന് പറയുമ്പോൾ കുറെ മണ്ടന്മാരാണ് അങ്ങനെ പറയുന്നത്. കോമഡി ചോദിക്കും ഞാൻ പൊട്ടനാ. ഓക്കെ, നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് പോകണ്ട. കുറച്ച് സംശയമായിട്ട് ബേസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചോദിക്കപ്പെടാത്ത കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കാം. ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഡൗട്ടാണ്, വലുതായപ്പോൾ അത് മാറി. എന്താണ് സംശയം? എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ പ്ലെയിൻ പറക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതുപോലത്തെ അങ്ങനെയാണ്. ഞാൻ ആകാശം അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ആകാശത്തിന്റെ അവസാനം അങ്ങനെ ഉണ്ടോന്ന് ചെറുപ്പത്തിൽ. ആകാശം അവസാനിക്കുമോ എന്നാണ്. ലൈക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഇതായിട്ടുള്ള സ്പേസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ വന്ന് ലാൻഡ് ചെയ്യാണല്ലോ ഗ്രീനിലേക്ക്. അതവിടെ എൻഡാണെന്നുള്ള അങ്ങനെ ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ട്. എന്താണ് അതൊരു കോമഡിയാണ്. എനിക്ക് 2012 മൂവി കണ്ടു കഴിഞ്ഞിട്ട് ഐ തിങ്ക് അതിന്റെ December 20th ലോകം അവസാനിക്കണം അങ്ങനെ എന്തൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, പേടി സ്വപ്നങ്ങള്. ആ സമയത്ത് ക്രിസ്മസ് വെക്കേഷനിൽ സ്കൂളിൽ അടയ്ക്കുമ്പോൾ ഞാൻ പ്രോപ്പർ ഗുഡ് ബൈ ആണ് എല്ലാവരോടും പറഞ്ഞു വരുന്നത്. ആൻഡ് എനിക്ക് ഓർമ്മയില്ല, ഐ തിങ്ക് December 20th ആണ് പടത്തിൽ കാണിക്കണേന്ന്. 19th December എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്നിട്ട് അമ്മേനെ കൊണ്ട് എൻ്റെ ഫേവറേറ്റ്
ആയിട്ടുള്ള ഫുഡുകൾ ഞാൻ ഉണ്ടാക്കി പിടിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോയി. ഞാൻ ശരിക്കും വിചാരിച്ചു ലോകം അവസാനിക്കുന്നു. ഞാൻ എണീറ്റപ്പോ ആ സമയത്തും മറ്റേ പറയുന്ന പോലെ മറ്റേ ആർക്ക് ബാധ കൂടിയാലും മറ്റേ കോഴിക്കാണ് കിടക്കുന്നത്. അതായത് ഓൾറെഡി ലോകം അവസാനിക്കാൻ പോകുന്നു. ആ അമ്മേനെ ഒന്ന് റിലാക്സ് ചെയ്യുക, അവർക്കൊരു കംഫർട്ടബിൾ സ്പേസ് കൊടുക്കുക. അതില്ല, അല്ല അവരുടെ സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കിച്ച് പനീർ ബട്ടർ മസാലയും പിന്നെന്തൊരു ചിക്കൻ, ഇതെന്റെ മെയിൻ ഫേവറേറ്റ് രണ്ടായി. അത്രേ ഉള്ളൂ. അല്ലല്ല, എത്ര വയസ്സുണ്ട് ആ സമയത്ത്? 2012 ഞങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? കുറച്ച് നേരം കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ കുറച്ച് സ്ലോ അതിലും. അല്ല, ഏകദേശം പഠിക്കായിരുന്നു. ആ സ്കൂളിൽ 12 വയസ്സ് കുറച്ചാൽ മതി. ഹൈസ്കൂളാണോ? ഹൈസ്കൂളല്ല, അതിനാളും ചെറുതായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 8-ലായിരിക്കും തോന്നുന്നു. 8-ലായിരിക്കും. ഹൈസ്കൂളായിട്ട് 8-ലും. എന്താ എന്ത് ഇത് ചെറുപ്പത്തില്, അല്ല, ഞാൻ നേരത്തെ ഈ മറ്റേ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഈ 3 നമ്മുടെ കൂടെ വരും, ചന്ദ്രൻ കൂടെ വരുമല്ലോ. അതെനിക്ക് ഭയങ്കര ട്രിപ്പായിരുന്നു. ഇവിടെയും ആ ചന്ദ്രൻ, വീട്ടിലും ആ ചന്ദ്രൻ എന്ന് പറയുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പുള്ളി കൂടെ വരുവാണ്. അത് ചന്ദ്രേട്ടൻ അവിടെ സീനാണ്. സംശയത്തിന്റെ സ്റ്റോറി കേട്ടപ്പോൾ ആദ്യം തോന്നിയ സംശയം എന്താ? എനിക്കൊന്നും തോന്നിയില്ല. ഫുൾ ക്ലിയർ ആയിരുന്നു, ക്ലാരിറ്റി ആയിരുന്നു, നല്ല ഫുൾ അത്രക്ക് വെൽ റിട്ടേൺ ആയിരുന്നു. സിനിമ കൊണ്ട് മാറിയ നിങ്ങളുടെ സംശയം? സിനിമ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ടോ? ഐ മീൻ സിനിമയിലെ കണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടാണോ അത്? അല്ല, കണ്ടതാവാം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയത് ഈ സീൻ കണ്ടിട്ടാണ്. എന്നോട് പറയുകയാണെങ്കിൽ കുറെ നിയമവശങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ നിന്ന്. ഞാൻ ഒരുപാടുണ്ട്, ഒരു പ്രത്യേകിച്ച് ഒന്നൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് സിനിമയിൽ നിന്ന്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നന്നായി പഠിച്ചൊന്നും പറയാൻ പറ്റില്ല. അതേത് സിനിമ? അല്ല, ഈ മറ്റേ സിനിമ പഠിക്കുക എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര ഞാൻ സീരിയസ് ആയി പോകും. അതെന്റെ പ്രശ്നം. ഇത് ഞാൻ ഇടയ്ക്ക് അതായത് ഒന്നുമല്ല, ഈ നമ്മളുടേതല്ലാത്ത എനിക്ക് ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴായി കഴിഞ്ഞാലും എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഞാൻ ക്യൂരിയോസ് ആയിട്ടുള്ളത് വേറൊരു മനുഷ്യന്റെ ജീവിതത്തിനെ കുറിച്ചാണ്. ഞാൻ എന്തിനാ സിനിമ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മനുഷ്യന്റെ ജീവിതം കാണാൻ വേണ്ടിയിട്ടാണ്, അവന്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മളുടേതല്ലാത്ത ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കേൾക്കാത്ത രാജ്യങ്ങളിലെ ഉള്ള സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു കൾച്ചറും അവരുടെ ഒരു ലൈഫും അതിൻ്റെ റിഫ്ലക്ഷനാണല്ലോ ആർട്ട്. ശരിക്കും നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ റിഫ്ലക്ഷനാണല്ലോ. അപ്പം അങ്ങനത്തെ ഭയങ്കര ലേണിംഗ് കാര്യം അവിടെ നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ സിനിമയിൽ കൂടെ നമുക്ക് ഇത് മുഴുവൻ മനസ്സിലാക്കാനും അവരുടെ കൈൻഡ് ഓഫ് ഇമോഷൻസും ഓരോ ഭൂപ്രകൃതി മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ഒരു ഈവൻ മനുഷ്യൻ റിയാക്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റാണ്. ഇപ്പം സായിപ്പ് ഒരു മരണ വീട്ടിൽ റിയാക്ട് ചെയ്യുന്ന പോലെയല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ കിടക്കുന്നത്. ഇത് മുഴുവൻ ഇത്തരം തിരിച്ചറിവുകളുണ്ടല്ലോ. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ സൗത്ത് കൊറിയയിലൊരു സിനിമയിൽ ആളുകൾ അഭിനയിക്കുന്ന പോലെയല്ല നമ്മൾ അഭിനയിക്കുന്നത്. ഇത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ എല്ലാം ആശ്രയിച്ചിരിക്കും. അപ്പം അത്തരം ബേസിക് പരിപാടികളാണ് മനസ്സിലാക്കിയത്. എനിക്കിപ്പോൾ സിനിമ ചെയ്തു തുടങ്ങിയിട്ട് എൻ്റെ വലിയ മാറ്റം എന്ന് പറയുമ്പോൾ ഞാൻ സിനിമകൾ കാണുന്നൊരു രീതി മാറിപ്പോയി. എനിക്ക് കോൺസെൻട്രേഷൻ എന്താ പറയുക, ഇപ്പോൾ ഒരു ക്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഫുൾ ടൈം കണ്ടിന്യൂറ്റി മറിയോ ടൈം മാറിയോ ഇങ്ങനത്തെ കുറേ പിന്നെ ലൈക്ക് സിനിമ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ പോലെ നമ്മൾ കെയർ ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു എൻജോയ്മെന്റ് എവിടെയോ കുറച്ച് കുറഞ്ഞു. ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധ. പ്രത്യേകിച്ച് നമ്മള് അതിനെ കുറിച്ചിട്ട് ആലോചിക്കും. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞ എനിക്ക് പിന്നെ മനസ്സിലാക്കായിരുന്നു. അല്ല പക്ഷെ നമ്മളെന്തിനാ കണ്ടിന്യൂറ്റി നോക്കുന്നു? അത് കണ്ടവന്റെ സിനിമയുടെ കണ്ടിന്യൂറ്റി നോക്കാണ്, വേറൊരാളുടെ സിനിമയുടെ. പക്ഷെ ഇത് അതൊരിക്കലും മിസ്സാവരുത് കേട്ടോ. ഒരു ഫിലിം അല്ല, അതിൻ്റെ ഒരു അവയർനെസ് വെച്ചാൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അത് സിനിമയായിട്ട് തന്നെ വേണമെങ്കിൽ 2-3 തവണ കാണുമ്പോൾ പ്രിയമ്പതക്ക് ഇഷ്ടമുള്ള ആസ്പെക്ട് നോക്കുക. പക്ഷെ സിനിമയുടെ ആദ്യത്തെ വ്യൂയിങ് നമുക്ക് വെറും സാധാരണക്കാരനായി എന്നിട്ട് ഒരു സ്റ്റോറി കാണാൻ പറ്റുക, സിനിമ എൻജോയ് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനമാണ്. വേറൊരാളുടെ ലൈഫ് മനസ്സിലാക്കാൻ കോമൺ മാന്റെ വാച്ചിൽ കഥ മാത്രമേ ഉള്ളൂ. സാധാരണക്കാരനാ
ഓക്കെ, ഈ മനുഷ്യർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സെൽഫ് ഡൗട്ട് എന്നുള്ളത്. അപ്പൊ ഈ സെൽഫ് ഡൗട്ട് ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കാറുണ്ടോ? ഞാൻ ജനിച്ചത് കുറച്ചുകൂടെ ഫിലോസഫിക്കലാണ്, പക്ഷെ അങ്ങനെ ഒരു ചിന്തയൊക്കെ പോകാറുണ്ട്. ഞാൻ ജനിച്ചതോ? അല്ല, താൻ പറയുന്നു ഫിലോസഫിക്കലാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അല്ല, ഞാൻ ജനിച്ചതെന്തോ അങ്ങനല്ല, എന്നിട്ട് ഞാൻ ഓരോരുത്തർക്കും പറഞ്ഞു പുള്ളി ടൈംസ് അപ്പ് പറഞ്ഞിട്ടോ. എന്താണ് അതിനല്ല, ഞാൻ ജനിച്ചതിനെ കുറിച്ചിട്ട് സെൽഫ് ഡൗട്ട്. ലൈഫ് പർപ്പസിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എന്തിന് ഞാൻ ജനിച്ചു, എന്റെ ജന്മ നിയോഗം എന്താണ് മറ്റേ സാധനമല്ലോ നന്ദി ആരോട് ഞാൻ ചൊല്ലണ്ടോ? തിളക്കം സിനിമയിലെ മറ്റേ സാധനമല്ലേ അത് കിട്ടിയത്? ജനിച്ചു ആ സാധനം കിട്ടുന്നത് എനിക്ക് അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. ഇത് കാര്യം ഞാൻ എന്താ ചെയ്യാം, പിന്നെ എന്റെ പർപ്പസ് എന്താണെന്നുള്ളത്. ഓക്കെയാണ്, ഞാൻ അത്യാവശ്യം ഈ ചെയിൻ്റെ അത് കയറി കൂടി ഓടുന്നുണ്ട്. അത്യാവശ്യം കുറെ കണ്ട മനുഷ്യന്മാരൊക്കെ ആയിട്ട് ഹാപ്പിയാണ്. കാണാത്ത കുറെ മനുഷ്യന്മാരെ ഹാപ്പി ആക്കുന്ന സ്പെഷ്യൽ ലൈഫാണ് സിനിമ. പിന്നെന്താ എത്തിച്ചേരുന്ന എവിടെ എത്തിച്ചേരാൻ? തേങ്ങാക്കൊല എവിടെ എത്തിച്ചേരാൻ നമ്മള്? എവിടെയെങ്കിലും ഏതെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ എത്തിച്ചേരും. അല്ല, ഞാൻ ഈ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കും. നമ്മൾ ഇത്രേ ഉള്ളൂ എന്ന് പറയുന്നതിന്റെ ഒരു തിരിച്ചറിവുണ്ടല്ലോ അവിടെ. അടുത്ത സെക്കൻഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണ്. അപ്പൊ ഒരു തരത്തിൽ അഹങ്കാരം വേണ്ടാന്ന് പറയുന്ന ഒരു സാധനം ഇടക്കിടക്ക് പറയാനുണ്ട്. നിലത്ത് നിൽക്കാൻ പറയും. ഞാൻ പറയുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ആലോചിച്ച് സമയം കളയാറില്ല. കാരണം ഉള്ള സമയം ഒന്നാമത് കണ്ട സിനിമയുടെ കണ്ടിന്യൂറ്റി നോക്കണം, നിർത്തണം. പ്രായമായിട്ടില്ല പിന്നെ. ഓക്കെ, ഇനി എന്തായാലും കുറേയധികം ചോദ്യങ്ങൾ ബാക്കിയാക്കി, സംശയങ്ങൾ ബാക്കിയാക്കി ഞാൻ നിർത്തുകയാണ്. സമയക്കുറവുണ്ട്, എനിക്ക് അതിന്റെ പേടിക്കാം. അപ്പൊ എന്തായാലും സംശയം ഒരു സെറ്റ് ആവട്ടെ, അടിപൊളി പടാവട്ടെ. ഈ പറയുന്ന ആളുകൾ പടം അടിപൊളിയാട്ടോ, പടം നല്ലതാണ്. ആളുകൾ തിയേറ്ററിൽ മെയ് 16 സിനിമ റിലീസ് ആകുന്നുണ്ട്. ആളുകൾ കണ്ടാൽ മതി. സിനിമ നല്ലതാണെന്നുള്ള പൂർണ്ണ തിരിച്ചറിവ് നമുക്കുണ്ട്. പക്ഷെ നമുക്ക് തിയേറ്ററിലേക്ക് ആളുകൾ എത്തി സിനിമ ഹിറ്റ് ആവണം, നമ്മുടെ പ്രൊഡ്യൂസറിന് പൈസ കിട്ടണം. അതാണ്. അപ്പോ മെയ് 16 സംശയം വരികയാണ്. അപ്പൊ സംശയമൊന്നും വേണ്ട, നേരെ തിയേറ്ററിലേക്ക് പോവാ. അടിപൊളി സിനിമയാണെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.